സ്പാനിഷ് ഓംലെറ്റ് റെഡി. ലാസ്റ്റ് കുറച്ച് ഈ സ്പാനിഷ് ഓംലെറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഒരു പാനിലേക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പൊ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട എടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. കുറച്ച് സ്പിനാച്ചും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഈ ഓംലെറ്റിൽ മിക്സ് ചെയ്യാം. സൈഡ് നല്ല കുക്ക്ഡായിട്ട് ക്രിസ്പായി വരുന്ന സമയത്ത് അത് നമ്മൾ തിരിച്ചിട്ട് മറ്റേ സൈഡും ക്രിസ്പ് ആക്കുക. ആ സമയം കൊണ്ട് ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി മാംഗോ ജ്യൂസും കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നന്നായി കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട അതിന്റെ മേലേക്ക് ഒഴിക്കുക. എനിക്ക് ചീസ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാരിക്കോരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് റെഡിയാണ്. അപ്പൊ ഞാൻ മാംഗോ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ട് ഓംലെറ്റും മാംഗോ ജ്യൂസും ആണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്പാനിഷ് ഓംലെറ്റ് നിങ്ങൾ എന്താണ് ട്രൈ ചെയ്തോ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യും.